ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മൊം ആൻഡ് കിഡ്സ് മീഡിയ. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ജിഞ്ചർ ടീ ആണ്. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടീയുടെ റെസിപ്പിയാണ് ജിഞ്ചർ ടീ. അപ്പോൾ നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ജിഞ്ചർ ടീ തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോർമലി മിൽക്ക് ടീ തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണോ അത് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. എക്സ്ട്രാ യൂസ് ചെയ്യുന്നത് ഇഞ്ചി, അതുപോലെ ഏലക്ക, 2 ഏലക്കായും ഒരു മീഡിയം സൈസ്ഡ് ജിഞ്ചറുമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ജിഞ്ചർ ടീ തയ്യാറാക്കാൻ പോവാം. ഇതിൽ ഞാൻ ഫസ്റ്റ് സോസ് പാൻ എടുത്തു. ഇതിനകത്തേക്ക് ഞാൻ യൂസ് ചെയ്യുന്ന 1 ഗ്ലാസ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. 1:1 റേഷ്യോ ആണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് മിൽക്കിന് കറസ്പോണ്ടിങ് 1 ഗ്ലാസ് നോർമൽ വാട്ടറാണ്, അതായത് തിളപ്പിക്കാത്ത വെള്ളമാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ വെള്ളം ഫസ്റ്റ് നമ്മൾ തിളപ്പിക്കാൻ വയ്ക്കുക. ഇപ്പോൾ ശരിക്കും വെള്ളം തിളച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം ശരിക്കും തിളച്ചു. അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമ്മൾ 2 ഏലക്ക ശരിക്കും ചതച്ചിടുക. അതുപോലെ തന്നെ ഇഞ്ചി ഇടണം. അതൊരു മീഡിയം സൈസ്ഡായിരിക്കണം. അതും ഇതുപോലെ ശരിക്കും ചതച്ചിട്ട് നമ്മൾ ഇടുവാണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ ഫ്ലേവർ ഇറങ്ങും. എന്നിട്ട് സിമ്മിലിട്ടിട്ട് ശരിക്കും അത് തിളയ്ക്കണം. അതുപോലെ ഈ വെള്ളം ശരിക്കും ഒന്ന് പറ്റാൻ വേണ്ടി ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ടീയുടെ പൗഡർ ഇടുക. അത് ഓരോരുത്തർക്കുടെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്കൊരു നോർമൽ കടുപ്പം മതി. ചിലർക്ക് നല്ല കടുപ്പം വേണ്ടവർ ശരിക്കും ഇച്ചിരി 2 ടീസ്പൂണൊക്കെ ഇടാം. ശരിക്കും 2 ഗ്ലാസ് ചായയാണ് നമുക്കിതിൽ കിട്ടുന്നത്. അത് 2 ഗ്ലാസ് ചായ കറക്റ്റ് കിട്ടത്തില്ല കേട്ടോ, കാരണം ഞാനിത് ശരിക്കും വെള്ളം പറ്റിച്ച് തിക്കാക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്യുക. ഇനി വെള്ളത്തിൽ കിടന്ന് ശരിക്കും ഒന്ന് തിളച്ച് നല്ലതായിട്ട് ഇതിൻ്റെ കടുപ്പൊക്കെ ഒന്ന് ഇറങ്ങി, അതുപോലെ ഇഞ്ചിയുടെയും ഏലക്കായുടെയും ഫ്ലേവറൊക്കെ ശരിക്കും കിട്ടിക്കഴിയുമ്പോൾ, നന്നായിട്ടായി കഴിയുമ്പോൾ നമ്മൾ പാലൊഴിക്കണം. അപ്പോൾ ഇത് ഇവിടെ കിടന്ന് ശരിക്കും ഒന്ന് തിളയ്ക്കട്ടെ. ശരിക്കും തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പാലൊഴിക്കാം. അപ്പോൾ ശരിക്കും എല്ലാം കിടന്ന് ശരിക്കും തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് പാലൊഴിച്ചു ഇതിനകത്തേക്ക്. അപ്പോൾ 1:1 ആകുമ്പോഴത്തേന് അത്യാവശ്യം നല്ല കൊഴുപ്പുണ്ടാകും ചായക്ക്. ഇനി ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ശരിക്കും തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് ശരിക്കും തിളച്ചിട്ടുണ്ട്. ശരിക്കും 1 മിനിറ്റ് അങ്ങനെ തന്നെ കിടന്ന് തിളയ്ക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് ആ വെള്ളം ഒന്ന് പറ്റണം. അപ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും. അപ്പോൾ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് സെർവ് ചെയ്യാം. ഗ്ലാസ്സിൽ ശരിക്കും ഒന്ന് അരിച്ചെടുത്തിട്ട് ഒഴിക്കണം. കാരണം ഇഞ്ചി നമ്മൾ അതുപോലെ ഏലക്കായ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കത് അത്ര സുഖമില്ല കഴിക്കുമ്പോൾ. അതുകൊണ്ട് അത് ശരിക്കും ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിക്കാം. ജിഞ്ചർ ടീ ഇവിടെ റെഡിയാണ്. എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്